ഗുഡ് മോർണിംഗ് ഏറ്റവും നല്ല ഒരു പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ ജിലോങ് വാട്ടർ ഫ്രണ്ടിലാണുള്ളത്. അപ്പോൾ ഇന്നൊരു ഫാദേഴ്സ് ഡേ ആണ്. ഇന്നൊരു സ്പ്രിങ്ങിൻ്റെ ആദ്യത്തെ സൺഡേ ആണെന്ന്. ഇന്നൊരു ഫാദേഴ്സ് ഡേ ആണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പുറകാലെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു ഭയങ്കര കാറ്റുള്ള ഒരു ദിവസമാണ്. കാറ്റെന്ന് പറഞ്ഞാൽ ഇന്ന് ഏതാണ്ട് 80 നോട്ടിക്കൽ മൈൽ പെർ അവറോ മറ്റോ ആണ് ഇന്നത്തെ കാറ്റ് പറഞ്ഞിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇതൊരു ബേ ആണല്ലോ ഞങ്ങൾക്ക് ജിലോങ്ങിലുള്ളത്. മെയിനായിട്ടുള്ള കടലിൽ നിന്ന് കടന്ന് ഇങ്ങനെ അകത്തോട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ജിലോങ്ങിൻ്റെ ഏരിയയിലുള്ള ബേ. അപ്പോൾ പറഞ്ഞു വന്നത്, അവിടെ ആദ്യമായിട്ടാണ് ഇത്രയും ഭയങ്കരമായ തിരമാലകൾ കാണുന്നത്. വലിയ അടിച്ചു കുത്തിയുള്ളതല്ല, ഇത് സാറിന് ഭയങ്കര കാമായിട്ട് കിടക്കുന്നുണ്ട്, ചെറിയ അനക്കത്തോടെ കിടക്കുന്നുണ്ട്. പക്ഷേ ഇത് നല്ല തിരമാലകളുണ്ടെന്നിവിടെ. അപ്പോൾ വേറെ ഒരു കാര്യം കൂടെ ഇന്നുണ്ട്. അതായത് ഞാനിന്ന് എൻ്റെ മൂത്ത ആൾക്ക് ഒരു ക്യാഷ് കാൽക്കുലേറ്റർ മേടിക്കുന്നു, CAS കാൽക്കുലേറ്റർ. നമ്മളൊക്കെ BSc മാത്തമാറ്റിക്സ് ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് സൈൻ തീറ്റ കോസ് തീറ്റ എന്നൊക്കെ എഴുതി അത് ഫുള്ള് അതിൻ്റെ കാൽക്കുലേഷൻ എല്ലാം മാനുവലായിട്ടായിരുന്നല്ലോ ചെയ്തിരുന്നത്. അപ്പോൾ ഈ കാലങ്ങളിൽ ഇവിടെയുള്ള കുട്ടികൾക്ക്, നാട്ടിലും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഇപ്പോൾ ഒരു ഓപ്ഷനുണ്ട്. നമുക്കിപ്പോൾ 1+1=2 എന്ന് ചെയ്യുന്നത് പോലെ കാൽക്കുലേറ്റർ പോലെ തന്നെ sin x + cos y അല്ലെ x² + y² = z² എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള ഫോർമുലകൾ ചെയ്യാനും മാത്രമല്ല ഈ പറഞ്ഞ പോലുള്ള ഗ്രാഫുകൾ വരയ്ക്കാനും പൈത്തണിൽ പ്രോഗ്രാമൊക്കെ ചെയ്യാവുന്ന ഒരുമാതിരി ഒരു കാൽക്കുലേറ്റർ ഇറങ്ങിയിട്ടുണ്ട്. CAS കാൽക്കുലേറ്റർ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ കാൽക്കുലേറ്റർ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്നിവിടെ ഒരു ഷോപ്പിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വരുന്ന ബുധനാഴ്ച തന്നെ അവന് മതിയെന്ന് പറഞ്ഞു. എന്നാലും ഇന്ന് ഞാൻ ഫ്രീ ആയതുകൊണ്ട് അപ്പോൾ ഇന്ന് ഇറങ്ങി അങ്ങ് മേടിക്കാമെന്ന് വിചാരിച്ചു. സോ അതിലേക്കൊക്കെയാണ് ഇന്ന് നമ്മൾ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. Thank you. Bye. ഓക്കെ, അപ്പോൾ ഇതാണ് കാൽക്കുലേറ്റർ. ക്യാഷ് കാൽക്കുലേറ്റർ എന്ന് പറയും. ഇതിൽ മറ്റേ സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെ ചെയ്യാം, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാം, ഗ്രാഫുകൾ വരയ്ക്കാം, അങ്ങനത്തെയൊക്കെ പരിപാടികളുണ്ട്. എനിവേ, ഞാൻ പുതിയത് മേടിക്കാനാണ് ഒരുങ്ങിയത്. പുതിയതിന് നാട്ടിൽ ഏകദേശം ഒരു 20,000 രൂപയ്ക്ക് അടുത്ത് വരും. അപ്പോൾ ജസ്റ്റ് ഒരു പുത്തൻ ഒരെണ്ണം മേടിച്ചത്, ഒരെണ്ണം ഇവിടെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ സെക്കൻഡ് ഹാൻഡ് അങ്ങ് മേടിക്കാമെന്ന് വിചാരിച്ചു. സോ എവറിത്തിങ് ഈസ് ഗുഡ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. താങ്ക് യു. യു ടു. സോ ആ പരിപാടി കഴിഞ്ഞു. ഒരു കോഫി മേടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെയൊക്കെ നമുക്ക് ഡ്രൈവ് ത്രൂ കോഫി കിട്ടും. അതായത് വണ്ടി ഓടിച്ചിങ്ങനെ അകത്തോട്ട് കയറ്റിയാൽ വണ്ടിയിലോട്ട് തന്നെ കോഫി കിട്ടുന്നൊരു പരിപാടിയാണ്. നാട്ടിലൊക്കെ ഇപ്പം വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ അറിയില്ല. ഇൻഡിക്കേറ്ററും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഹംഗ്രി ജാക്സ് എന്ന് പറയുന്ന ഒരു ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് കയറി ഞാനൊരു കോഫി മേടിച്ചു. ഇനി നമുക്ക് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് പോവാം. ഓസ്ട്രേലിയയിൽ മണ്ണിട്ട വഴി കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മണ്ണിട്ട വഴികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഒരു വഴികളെല്ലാം ഒരു 60-70-80% ടാർ ചെയ്തതാണ്. ബാക്കിയുള്ള ചില വഴികളൊക്കെ മണ്ണിട്ടതാണ്. ഇപ്പോഴും മണ്ണിട്ട് തന്നെയാണ്. ഇതിലേക്കിടയ്ക്ക് പോകുമ്പം പണ്ട് നമ്മൾ കേരളത്തിൽ കൂടെ പോകുന്ന ഒരു ഫീൽ ഉണ്ടാകുന്നുണ്ട്. കാരണം മണ്ണിട്ട വഴി, പൊടി പറക്കുന്ന റോഡുകൾ ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ഫീലിംഗ് ആണ്. കേരളത്തിലെ ഏതോ മണ്ണിട്ട പാതയിൽ കൂടെ പോകുന്ന ഒരു ഓർമ്മയാണ്. അപ്പോൾ ഇന്ന് ഫാദേഴ്സ് ഡേ ആണെന്ന് പറഞ്ഞല്ലോ. ഇന്ന് രാവിലെ ഞാൻ എണീറ്റ് വന്നപ്പോൾ തന്നെ കുട്ടികളെല്ലാം പ്രസൻറ്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സർപ്രൈസ് ആയിരുന്നു. മൂത്ത പിള്ളേർ 2 പേരും 2 ഷർട്ട് മേടിച്ച് തന്നു. ഇളയ ആൾക്ക് സ്കൂളിൽ നിന്ന് അവർക്കിങ്ങനെ ഒരു പരിപാടിയുണ്ട്. ഫാദേഴ്സ് ഡേയുടെ ഇതൊക്കെ ഇവർ കോർഡിനേറ്റ് ചെയ്യും. എന്നിട്ട് അവർ കുറച്ച് പ്രസൻറ്റുകളെല്ലാം പാക്ക് ചെയ്ത് ഒരു കൂടിൻ്റെ അകത്താക്കി, കവറിൻ്റെ അകത്താക്കി തിരിച്ചു തന്നുവിടും. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയാണ്. അപ്പോൾ അവന്മാർ 3 പേരുടെ രാവിലെ എന്നെ സർപ്രൈസ് ചെയ്തു. ഇന്ന് രാവിലെ കുറേ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ തന്നു. വെരി ഹാപ്പി.
അപ്പോൾ ഫാദേഴ്സ് ഡേ എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെയും ഓർമ്മയുടെയും ഒക്കെ ഒരു ദിവസമാണ്. നമുക്ക് നമ്മുടെ ഫാദേഴ്സിനെ ഓർമ്മിക്കാനായി ഒക്കെ ഉള്ള ഒരു ദിവസമാണ്. പക്ഷേ നമുക്ക് നമ്മുടെ ഫാദറിനെ ഓർമ്മിക്കാൻ ഒരു ദിവസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികളാണ്. കാരണം ഇവരുടെ ലൈഫ് സ്റ്റൈലിൽ ഫാദർ മദർ എന്ന് പറയുന്നവർക്ക് വളരെ കുറച്ച് പ്രാധാന്യമേ ഉള്ളൂ. അതായത് ഒരു 17-18 വയസ്സ് വരെ ഉള്ളൂ ഫാദറും മദറുമായിട്ടുള്ള കണക്ഷൻസ്. പക്ഷേ അതിനുള്ളിൽ തന്നെ ഇവർ വേറെ വീടെടുത്ത് മൂവ് ഔട്ട് ചെയ്ത് അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് ഇടയ്ക്കൊക്കെ വീട്ടിൽ വരികയും അന്വേഷിക്കുകയും അങ്ങനെയൊക്കെയുള്ള ഒരു ഇൻഡിപെൻഡൻസ് കൂടുതലായിട്ട് കുട്ടികൾക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഓസ്ട്രേലിയ. കാരണം അവർ തെറ്റുകളിൽ കൂടി ശരിയിലേക്ക് പഠിച്ചു വരാം അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതിയാണ്. പലപ്പോഴും നമുക്കത് അത്ര ദഹിക്കുന്ന ഒരു കാര്യമല്ല. എന്നിരിക്കലും അങ്ങനെയുള്ള ഒരു പരിപാടിക്ക് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ഫാദേഴ്സ് ഡേ എന്ന് പറയുന്ന ഒരു ഡേ. അപ്പോൾ ക്രിസ്മസ് ഡേ, ന്യൂ ഇയേഴ്സ് ഡേ എന്നൊക്കെ പറയുന്ന പോലെ ഫാദർമാരെ ഓർക്കാനായിട്ട് ഉള്ള ഒരു ദിവസമാണ്. അതായത് വീട്ടിൽ വരിക, ഒരു ഡിന്നറ്, ഒരു ചെറിയ ഗിഫ്റ്റ്, സർപ്രൈസ്, അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. ബർത്ത്ഡേ പോലെ തന്നെ ഒരു പരിപാടി എന്നേ ഉള്ളൂ. മദേഴ്സിന് ഇതുപോലെ തന്നെയുണ്ട്. ഫാദേഴ്സ് ഡേ ആദ്യമായി തുടങ്ങിയത് 1910 സെനോര എന്ന് പറയുന്ന ഒരു വിയറ്റ്നാം വെറ്ററൻ്റെ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ്. ഇദ്ദേഹമാണെങ്കിൽ 6 കുട്ടികളെ, തൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം 6 കുട്ടികളെ, അതായത് ഈ പറയുന്ന പോലുള്ള അനാഥ കുട്ടികളും ഒക്കെ ആയിട്ടുള്ള 6 പേരെ ഇദ്ദേഹം തന്നെ നോക്കുകയും അവർക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ള ഒരു ബന്ധത്തിൽ ആ നാളുകളിൽ മുതൽ ഇങ്ങനെ ഒരു റീജിയണലായിട്ട് ചെറിയൊരു ഏരിയയിൽ നടന്നു വന്ന ഒരു ഫാദേഴ്സ് ഡേ എന്ന് പറയുന്നത് റിച്ചാർഡ് നിക്സൺ 1972 തോന്നുന്നു ഇതൊരു ലോ ആക്കി, അല്ലെങ്കിൽ ഒരു ഹോളിഡേ ആക്കി മാറ്റി. അപ്പോൾ അങ്ങനെയാണ് ശരിയായിട്ട് അമേരിക്കൻ ഐക്യനാടുകളിൽ ഇത് വന്നത്. അത് പതുക്കെ ഇങ്ങനെ ഓരോരുത്തരോടും മാറി മാറി വന്നു. ഓസ്ട്രേലിയയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് ജൂലൈ എന്ന് പറയുന്നത് ശരിയായിട്ട് പറഞ്ഞാൽ അമേരിക്കയിൽ ജൂലൈയിലാണല്ലോ. അപ്പം ഓസ്ട്രേലിയയിൽ സെപ്റ്റംബറിൽ എങ്ങനെ വന്നെന്നുള്ളതാണ് ഞാനീ പറയുന്നത്. ജൂലൈ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും തണുപ്പുള്ള സമയമാണ്. അപ്പോൾ ഈ തണുപ്പുള്ള സമയത്ത് അതിനൊരു ഫ്രഷ്നെസ് ഇല്ല എന്നൊക്കെയുള്ളൊരിത് മാത്രമല്ല, ആ ദിവസങ്ങളിലൊക്കെ കുറേ അവധികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻസാക് ഡേ എന്നൊക്കെ പറഞ്ഞുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ദേ തോട്ട് ഈ പറയുന്ന സ്പ്രിങ്ങിൻ്റെ ആദ്യത്തെ സൺഡേയിലേക്ക് അത് മൂവ് ചെയ്യാം. അപ്പോൾ ജൂലൈ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലൊക്കെ സ്പ്രിങ് തുടങ്ങുന്ന സമയമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ സ്പ്രിങ് തുടങ്ങുന്ന ആദ്യത്തെ സൺഡേ എന്നുള്ള രീതിയിൽ വന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫാദേഴ്സ് ഡേ ആണെന്ന്. അപ്പോൾ എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ കുട്ടികൾ തരും. വൈഫാണ് അതെല്ലാം അറേഞ്ച് ചെയ്യുന്നത്, പുള്ളിക്കാരി ബാക്ക്ഗ്രൗണ്ട് അറേഞ്ച് ചെയ്ത് തരും. അതുപോലെ തന്നെ മദേഴ്സ് ഡേക്ക് നമ്മളും അതുപോലെ ഹെൽപ്പ് ചെയ്ത് കുട്ടികളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിച്ച് കുറച്ച് പ്രസൻറ്റുകളൊക്കെ മേടിച്ച് മദേഴ്സ് ഡേക്കും കൊടുക്കുന്ന ഒരു പരിപാടി ഞങ്ങളും സാറിന് ചെയ്യാറുണ്ട്. പിന്നെ ഫാദേഴ്സ് ഡേയെ പറ്റി ചിലപ്പോൾ നിങ്ങൾ അറിയാൻ സാധ്യത കുറവുള്ള കുറേ കാര്യങ്ങളോട് ഞാൻ പറയാം. അതായത് ഫാദേഴ്സ് ഡേയുടെ ഒഫീഷ്യൽ സിമ്പിൾ എന്ന് പറയുന്നത് റോസസ് ആണ്. സ്നേഹത്തിൻ്റേതാണല്ലോ, അപ്പനും മക്കളും തമ്മിലുള്ള സ്നേഹത്തിൻ്റേതാണല്ലോ. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഫാദേഴ്സ് ആണെങ്കിൽ ചുവന്ന റോസും, മരിച്ചുപോയ ഫാദേഴ്സ് ആണെങ്കിൽ യെല്ലോ റോസുമാണ് ഇവർ കൊടുക്കുന്നത്. മരിച്ചുപോയ ആളുടെ കബറിടത്തിൽ പോയി ഒരു യെല്ലോ റോസ് ഈ ഫാദേഴ്സ് ഡേയിൽ വെക്കുന്ന ഒരു ചടങ്ങുണ്ട്. പിന്നെ ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ റെഡ് റോസ്. എനിക്ക് റെഡ് റോസ് ഒന്നും കിട്ടിയില്ല കേട്ടോ, കാരണം വീട്ടിൽ അങ്ങനെയൊന്നും നോക്കാറില്ല. എന്തെങ്കിലും പ്രസൻറ്റ് കൊടുക്കുക, ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് പറയുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുക. പിള്ളേരിന്ന് ബ്രേക്ക്ഫാസ്റ്റ് തന്നിരുന്നു കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കാര്യങ്ങളൊക്കെ ശരിയാക്കി തന്നിരുന്നു. അവർ തന്നെ ഉണ്ടാക്കി അവർ തന്നെ കൊണ്ടുപോയി തരുന്ന ഒരു പരിപാടിയാണ്. എന്നാലും രസമുണ്ട്, നമുക്ക് എൻജോയ് ചെയ്യാം ഓരോരോ കാര്യങ്ങൾ എന്നുള്ളതേ ഉള്ളൂ. ഒരു ഫാദറിനെ നോക്കാൻ ഇതിൻ്റെ പോലെ ഒരു ഡേയുടെ ആവശ്യമൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ജർമ്മനിയിലെ ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹൈക്കിംഗ് ആൻഡ് ബിയറാണ്. അതായത് ഫാദറിൻ്റെ കൂടെ ഒരു ഹൈക്കിങ്ങിന് പോവുക, ബിയർ അടിക്കുക. ഇതാണ് ജർമ്മനിയിലെ ഫാദേഴ്സ് ഡേ എന്ന് പറയുന്നത്. പിന്നെ തായ്ലൻഡിലൊക്കെ ആണെങ്കിൽ റോസ് ഫ്ലവറിന് പകരം ലില്ലീസാണ് അവർ യൂസ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ആഘോഷിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ചില സമയത്ത് നമ്മൾ ഓർക്കും ഇതന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സെറ്റപ്പല്ല, ഒരുമാതിരി കുറ്റിയും പറിച്ച് പോകുന്ന ഒരു പരിപാടിയാണല്ലോ. കുറ്റിയും പറിച്ച് പോരുക. ഇന്നത്തെ വേർഡ് ഓഫ് ദി ഡേ ആണ്. നമുക്കത് എന്താണെന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഇന്നത്തെ വേർഡ് ഓഫ് ദി ഡേ എന്ന് പറയുന്നത് കുറ്റിയും പറിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. കുറ്റിയും പറിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളത് വേർഡല്ല, അതൊരു പ്രയോഗമാണ്. അതൊരു സെൻറ്റൻസ് ആണല്ലോ, ഒരു പ്രയോഗമാണ്. ഇത് വന്നത് 2 രീതിയിലാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. ഒന്ന് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് നമ്മുടെ വീടുകളൊക്കെ പണിയുമ്പോൾ, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം,
നിലം നിരപ്പാക്കിയിട്ട് കുറ്റി അടിച്ചിട്ട് അതിൽ കയർ കെട്ടിയാണ് പ്ലാനുകൾ, അതായത് ഗ്രൗണ്ടിൻ്റെ പ്ലാൻ, ഫൗണ്ടേഷൻ്റെ പ്ലാനുകൾ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പം ഒരു ചിന്തയില്ലാത്ത ഒരു വ്യക്തി തന്നെ നടുക്ക് പോയി നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ കടന്നു പോകുന്നെങ്കിൽ അയാൾ ആ കുറ്റിയെല്ലാം പറിച്ച് കയറെല്ലാം പൊട്ടിച്ചായിരിക്കും വെളിയിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ പറയാറുണ്ട് കുറ്റിയും പറിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളവർ. അങ്ങനെയുള്ള ഒരു പ്രയോഗത്തിൽ നിന്നാവാം ഇത് വന്നതെന്നുള്ള ഒന്നാമത്തെ ഭാഷ്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു ചിന്തയില്ലാതെ ഒരു നോട്ടവും ഇല്ലാതെ വന്നു എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ ഈ രണ്ടാമത് ഇതിനെപ്പറ്റി പറയുന്ന വ്യാഖ്യാനം എന്ന് പറയുന്നത്, പണ്ട് കാലത്ത് ക്ഷീര കർഷകർ എന്ന് പറയുന്നത് കോമൺ ആയിട്ടൊരു സംഭവമായിരുന്നു. കാരണം ഏത് കൃഷി ഉണ്ടെങ്കിലും അതിൻ്റെ സൈഡായിട്ട് പശുക്കളെ വളർത്തുന്ന ഒരു പരിപാടി നമുക്ക് അതിൻ്റെ ചാണകമൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെയുള്ള ക്ഷീര കർഷകർ തങ്ങളുടെ പശുക്കളെ പറമ്പിലൊക്കെ കൊണ്ട് കെട്ടുന്നത് ഇതുപോലെ ഒരു കുറ്റി അടിച്ചിട്ട് ആ കുറ്റിയിൽ ഒരു കയർ കെട്ടിയിട്ടാണ് പശുവിനെ പൊതുവെ കെട്ടാറുള്ളത്. അപ്പോൾ ഈ പശു എന്താ ചെയ്യുന്നത്, കുറേ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കുറ്റിയും പറിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു ബേസിലും കുറ്റിയും പറിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറയാറുണ്ട്. കാരണം ഒരിടത്ത് നിർത്തിയതാണ്, ആ നിർത്തിയിടത്തു നിന്ന് ഒരു ചിന്തയില്ലാതെ തിരിച്ച് റബ്ബർ ബാൻഡ് പോലെ ബൗൺസ് ചെയ്തു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി കുറ്റിയും പറിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറയുന്നതിൻ്റെ ചിന്തകൾ എവിടെ നിന്നാണ് വന്നതെന്നുള്ളത്. അപ്പോൾ കുറ്റിയും പറിച്ച് പോവുക എന്നുള്ളതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇന്ന് ഓസ്ട്രേലിയയിലെ ഫാദേഴ്സ് ഡേ ആണ്. ലോകത്തുള്ള എല്ലാ ഫാദേഴ്സിനും നല്ല ഒരു ഫാദേഴ്സ് ഡേ ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞാനിപ്പോൾ പോകുന്നു. നാളെ ഞാൻ വേറൊരു വീഡിയോമേ വരുന്നതായിരിക്കും. ആ വീഡിയോ കാണുന്നവരെ സന്തോഷമായിരിക്കുക, ആരോഗ്യമായിരിക്കുക. സീ യു ഓൺ ദ നെക്സ്റ്റ് വൺ.